Yes, good evening, all of you. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ബിജു സാർ റെഡി അല്ലേ? ബിജു സാർ, യെസ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും നമ്മുടെ വർക്ക് വിത്ത് പ്ലാനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും തന്നെ വളരെ ശ്രദ്ധാപൂർവം ഈ സെഷൻ മുഴുവൻ കേൾക്കാൻ തയ്യാറാകണം. നോട്ട് ഡൗൺ ചെയ്യവർക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. കാരണം ഇത് ഒരു ലേണിംഗ് സെഷനാണ്, കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള സെഷനാണ്. പ്രത്യേകിച്ച് മോദിക്ക് വരുന്ന വലിയൊരു വ്യവസായം, ശരിക്കും ഇതിനെക്കുറിച്ച് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിവില്ലായ്മ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഞാൻ 5 വർഷം മുമ്പാണ് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നത്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര വലിയൊരു സംഭവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. 29 വർഷമായിട്ട് ഇന്ത്യ നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് മോദിക്ക്. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. നിർഭാഗ്യവശാൽ ഇതിനകത്ത് പരസ്യമോ ഇടനിലക്കാരോ ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ വ്യാപ്തി എന്താണെന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ശരിക്കും അറിയാൻ പറ്റും, അല്ലാതെ അറിയില്ല. ഇതൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും അതിന്റെ അവയർനെസ് ലഭിക്കുകയുള്ളൂ. ഇതിന്റെ പരിമിതി ഇതാണ്, ബാക്കി ഒരു പരിമിതിയില്ല. വരുന്നവർക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് എത്ര വേണേലും വളരാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓർഗനൈസേഷൻ മാസം 1 കോടി രൂപ വരെ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കുക, എന്താണ് ബിസിനസ് സാധ്യത. അത് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റോ കടയോ ഓഫീസോ കോടോ ഒന്നുമില്ലാതെ നമുക്ക് തന്നെ ഒരു സംരംഭകനാകാൻ പറ്റിയ അവസരമാണത്. ഒരു തുറന്ന അവസരവും 100% ഗവൺമെന്റിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി കൂടെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇരിക്കുന്ന സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റികൾ കേൾക്കുന്നത്. അവിടെ ഒരു ഗസറ്റ് റാങ്കില് ഒരു 4 ഡിസ്ട്രിക്റ്റിന്റെ ചാർജൊക്കെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറാണ്. അപ്പൊ ആ 4 ഡിസ്ട്രിക്റ്റിന്റെ ചാർജ് നോക്കി വളരെ തിരക്കുള്ള സമയത്ത് എന്റെ പ്രിയതമ്മ ലിഷ പ്രകാശാണ് ഈ പ്രോഗ്രാം ആദ്യം കാണുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഇതിന് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. അപ്പൊ എന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സ്പോൺസറിന് ആദ്യം നന്ദി പറയാണ്. എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് സാധിച്ചു. ഇത് വന്ന് കണ്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എത്ര അറിയില്ലായിരുന്നു. ഒരു 3 മാസം പഠിക്കാൻ ശ്രമിച്ചു. കുറെ കാര്യം പഠിച്ചപ്പോ ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. അന്ന് എന്റെ വൈഫ് എടുത്ത തീരുമാനത്തിന് ഞാൻ 100% സപ്പോർട്ട് ചെയ്തു. പിന്നെ സംഭവിച്ചൊക്കെ ഇപ്പൊ കാണുന്ന ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. ഈ ഓർഗനൈസേഷന്റെ ഓരോരോ സ്റ്റെപ്പുകൾ സിസ്റ്റം നോളജ് മനസ്സിലാക്കി, പ്രൊഡക്റ്റ് നോളജ് മനസ്സിലാക്കി. 2 കാര്യം പഠിക്കേണ്ടത്, സിസ്റ്റം നോളജും പ്രൊഡക്റ്റ് നോളജും. ഇതില്ലാണ്ട് മോദിക്ക് ഒരു ബിസിനസ് ചെയ്യരുത്. ഈ പ്രൊഡക്റ്റ് സെൽഫ് യൂസ് ആണ്, സ്വയം ഉപയോഗിക്കണം. വേറെ ഒരു ബിസിനസ്സിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും കേൾക്കാത്ത കാര്യം, ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കേണ്ട ആവശ്യം. സെൽഫ് യൂസ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സത്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ, പ്രൊഡക്റ്റ് നോളജ്, സിസ്റ്റം നോളജ്, ദെൻ സെൽഫ് യൂസ്. കാര്യം ഇത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങളെത്തുള്ളത്. നിങ്ങളുടെ വീട്ടില് നിത്യം ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇനി കാത്തിരിക്കുന്ന, ഇന്ത്യ ഏറ്റവും അധികം എന്താ പറയാ, ഇന്ത്യ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ രാജ്യം നമ്മൾ ഓരോരുത്തരും വളർന്നാൽ മാത്രമേ രാജ്യം വളരുള്ളൂ. നമ്മൾ ഓരോരുത്തരും വളരണം. നമുക്ക് ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം നമ്മൾ വളരണം. അത് ഒരു രാജ്യത്തിന്റെ പുരോഗതി കാരണമായി മാറും. സത്യമാണ്. കാര്യം നമ്മള് പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷൻ, അവിടെ തന്നെ നമുക്കൊരു വ്യത്യസ്തമായ ആളായിട്ട് മാറാൻ പറ്റും. സമ്പത്തിന്റെ പുനർവിതരണം ഇവിടെ നടക്കും. ഈ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ 100% ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ. 100% ഗ്യാരണ്ടി കൊടുത്തിട്ടൊരു കമ്പനി വന്നേക്കാണ്. വളരെ പ്രത്യേകത ഈ കമ്പനിക്കുണ്ട്. എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യം, ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇനി തോന്നിയിട്ടില്ല. അവിടെ നല്ല തിരക്കുള്ള വർക്കായിരുന്നു. അപ്പൊ എനിക്ക് അതിനുശേഷം ഈ സർവീസിൽ നിന്ന് ഇപ്പോ ഒരു വർഷം മുമ്പ് റിട്ടയർ ചെയ്തു.
അവിടുന്ന് വിരമിച്ച ശേഷം എന്ത് ചെയ്യണം എന്നൊരു വ്യക്തമായ പ്ലാൻ എനിക്കുണ്ടായിരുന്നു. ഒരു ഈ ബിസിനസ് ഫുൾ ടൈം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഇന്ത്യയില് ആകെപ്പെടെ 54 ലക്ഷം ആളുകളെ ബിസിനസ് ചെയ്യുന്നുള്ളൂ. കേരളത്തിലാകെ 25,000 പേരെ ബിസിനസ് ചെയ്യുന്നുള്ളൂ. ഇതൊരു ഭയങ്കര പ്ലസ് ന്യൂസ് ആണ്. അത്ര വലിയ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ എടുക്കുക. കേരളത്തിന്റെ 3.5 കോടി ജനസംഖ്യയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരുടെ 3 ഇരട്ടി ആൾക്കാരൊന്നും തികയില്ല. അതിന്റെ 10% നോക്കുക. ഒരു 1% നോക്കുക. ഒരു 3 ലക്ഷം ആൾക്കാരോട് ഈ ബിസിനസ് വന്നിട്ടില്ല. ഇതാണ് എനിക്ക് ആദ്യം നിങ്ങൾ പറയാനുള്ളത്. ഇത്ര നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഇത്ര നല്ല ഗ്യാരണ്ടിയില് നമ്മുടെ വീട്ടിൽ നിത്യം ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത്. അപ്പൊ നമുക്ക് അത് ചെയ്യേണ്ടത് എന്തിനു വേണ്ടി ചെയ്യേണ്ടത്? ഒരു കാരണം കണ്ടെത്തണം. ആ റീസൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് ഹൈലൈറ്റ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടണം. നിങ്ങളുടെ ആരോഗ്യ ലക്ഷ്യം എനിക്ക് വരുമാനം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രിഫേർഡ് കസ്റ്റമറായിട്ട് നിൽക്കാം. നിങ്ങൾക്ക് വരുമാനം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസറായിട്ട് തുടരാം. അപ്പൊ ഞാനിത് പറഞ്ഞ ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. വളരെ സഹായിക്കുന്ന കുറെ ഘടകങ്ങൾ. എങ്ങനെയാണ് വരുമാനം എങ്ങനെ സ്ട്രക്ചർ ചെയ്ത വരുമാനം കിട്ടും? എത്ര വരെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും? എത്ര പേരുണ്ടെങ്കിലും ഒരു ലിമിറ്റും ഇല്ല. പ്യുവർലി ലെജിറ്റിമേറ്റ് ആണ്. നിയമപരമായിട്ടെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം എന്താണ് ഇൻഡസ്ട്രി പറയുന്നത്. ഈ ഇൻഡസ്ട്രി കഴിഞ്ഞ 90% ലോക രാഷ്ട്രങ്ങളുണ്ട്. ഇന്ത്യയിൽ വന്നിട്ട് 29 വർഷമായി. 29 വർഷം മുമ്പ് ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ്. ആദ്യത്തെ കമ്പനിയാണ് ഇത്. സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയുടെ പേര് മിസ്റ്റർ സമീർ മോഡി എന്നാണ്. അദ്ദേഹം അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കാൻ പോകുന്ന സമയത്താണ് ഡയറക്റ്റ് ഇൻഡസ്ട്രി കൊണ്ട് രാജ്യത്തിൽ ഇത്രമാത്രം മാറ്റം ഉണ്ടായത് അദ്ദേഹം അറിയുന്നത്. വെറും 30-33 കോടി ജനസംഖ്യ രാജ്യത്തിനകത്ത് ഇന്നിവിടെ 3000 കമ്പനികളും ഏതാണ്ട് 3 ലക്ഷത്തോളം വിറ്റുവരുള്ള രാജ്യമാണ്. ലോകത്തെ നമ്പർ 1 അവരാണ്. പിന്നെ ചൈന, അങ്ങനെ പല പല രാജ്യങ്ങളുണ്ട്. നമ്മൾ നിൽക്കുന്നത് 19 സ്ഥാനത്തായിരുന്നു. ഇപ്പൊ അത് ഈ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കേരളത്തില് ഇന്ത്യയിൽ വളരാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ പതുക്കെ അത് 11-ാം സ്ഥാനത്തേക്ക് മോദി കെയർ അല്ലെങ്കിൽ ഇന്ത്യ എത്തിക്കഴിഞ്ഞു. ഇന്ത്യ 2500 കോടി എത്തി നിൽക്കുന്നു. മോദി കെയർ 2500 കോടി. അതിന്റെ 10% മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ പഠിക്കേണ്ട വിഷയമുണ്ട്. ഈ കമ്പനികളിൽ ഇന്ന് ഏറ്റവും അത്രയധികം ഈ പറഞ്ഞ ക്വാളിറ്റിയുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ കമ്പനി ആയിട്ടുള്ള ഈ ഗ്രോത്ത് കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടുന്ന വേറെ ഒരു കമ്പനി ഇന്ത്യയിൽ റൈറ്റ് നൗ ഇല്ല. എനിക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള അറിവ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മോദിക്ക് ചൂസ് ചെയ്യാൻ കാരണം. ഇനി നമുക്ക് എന്താണ് വർക്ക് വിത്ത് പ്ലാൻ? ഇതിനകത്ത് നിന്ന് പ്രതിപാദിക്കുന്നത് ബാക്കി DDM1 പ്രോഗ്രാം പ്രതിപാദിക്കുന്ന ഇവിടെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യേണ്ട സിസ്റ്റം മുഴുവൻ എല്ലാ ദിവസവും 8 മണിക്കുണ്ട്. 8 മണിക്ക് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ വിജയിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം സൂമിൽ പങ്കെടുത്ത് സ്ഥിരമായിട്ട് പങ്കെടുക്കുക, എവിടെയൊക്കെ ട്രെയിനിങ് ഉണ്ട് അവിടെ പങ്കെടുക്കുക. ഇങ്ങനെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വേണം ഈ ബിസിനസ് ചെയ്യാനായിട്ട്. വേറെ ഒരു ഷോർട്ട് കട്ട് ഇതിനകത്തില്ല. അല്ലാതെ ചെയ്യുന്ന ആഗ്രഹം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് ഈ ബിസിനസിനകത്ത് വിജയിച്ചവരും വിജയിക്കാത്തവരും വ്യത്യാസമാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയത് മികച്ച വരുമാനം നേടിയെടുക്കാൻ പറ്റും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ പ്ലാൻ ഇവിടെ ബഹുമാനപ്പെട്ട എന്റെ ഫൗണ്ടർ മിസ്റ്റർ സമീർ മോഡിയെ കാണുന്നു. അദ്ദേഹം മോദി എന്റർപ്രൈസിന്റെ ഓണറാണ്, അതിന്റെ പാർട്ണറാണ്. മോദി എന്റർപ്രൈസിന്റെ ലോകത്തെ ഏറ്റവും വലിയ ഈ മോഡി സെറോക്സ് എന്ന ആ മെഷീൻ, കോപ്പി എടുക്കുന്ന മെഷീൻ എടുക്കുന്ന കമ്പനി ഇവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മോഡി ടയർ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു ടയറാണത്. അതിന്റെ ഓണറാണ് ഇവരൊക്കെ. ഇവർക്കൊരു 90,000 കോടി വിറ്റുവരുള്ള ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ. ഇവർക്ക് 120 രാജ്യങ്ങൾ ഓപ്പറേഷൻസ് ഉണ്ട്. അതിലത്തെ ഏറ്റവും 3ാം തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് സമീർ മോദി. സാറാണ് മോദി കെയർ എന്ന കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണക്കാരൻ. കാര്യം ഇത് ആസാദി ഫോർ ഓൾ ഇന്ത്യൻസ്, എല്ലാ ഇന്ത്യക്കാർക്കും ആസാദി കൊടുക്കാനുള്ള പ്ലാനാണ് ഇട്ടത്. എങ്കിലും നമുക്ക് ഈ പ്ലാൻ ശരിക്കും വാച്ച് ചെയ്യാം. എന്താണ് ഈ പ്ലാനിൽ പറയാനുള്ളത്? നമുക്ക് ഓരോരോ പോയിന്റും എല്ലാവരും ശ്രദ്ധാവരം നിൽക്കുക. താല്പര്യമുള്ളവർക്ക് രേഖപ്പെടുത്തി വെക്കാം. ഓക്കെ. ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങൾക്ക് യാതൊരു പരിമിതിയില്ലാത്ത വിജയത്തിലേക്കുള്ള എന്റെ കമ്മിറ്റ്മെന്റ് ആണ്. സമീർ മോദിയുടെ കമ്മിറ്റ്മെന്റ് ആണ്, ഉത്തരവാദിത്വം. ഇൻസ്പയർഡ് ബൈ വിഷൻ, ഒരു വലിയ കാഴ്ചപ്പാടോട് ഇത് വർക്ക് ചെയ്യണം. ആസാദി ഫോർ എവരി ഇന്ത്യ. ഏറ്റവും അധികം ആളുകളെ വിജയിപ്പിക്കാനും അവരുടെ ജീവിതത്തിലെ സ്വപ്നം നേടിക്കൊടുക്കാനും അദ്ദേഹം ഈ പ്ലാൻ കൊണ്ടുവന്നേക്കുന്നത്. ആ പ്ലാന്റെ പേര് തന്നെ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്നാണ്. സോ ഡ്രിവൺ ബൈ യു. ഇനി നമുക്ക് നോക്കാം. ഇതിന്റെ
ഓരോ സ്റ്റെപ്പുകളും പഠിക്കേണ്ടത് ആർ യു ഓൾ എക്സൈറ്റഡ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് എക്സൈറ്റഡ് ആണെങ്കിൽ ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിനകത്ത് ഹൗ ബിഗ് ആർ യുവർ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലിപ്പമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ വാക്കുണ്ട്, ഇന്ത്യ ഒരു വലിയൊരു സമ്പന്ന രാഷ്ട്രമായിട്ട് വളരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒറ്റ കാര്യം, എന്റർപ്രീനർഷിപ്പ് പ്രോത്സാഹിപ്പിക്കണം, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ആൾക്കാരുടെ ആ ത്വരയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ സ്വപ്നം നേടാൻ പറ്റുള്ളൂ, രാജ്യത്തിന്റെ സ്വപ്നം നേടാൻ പറ്റുള്ളൂ. രാജ്യം പുരോഗതി വേണമെങ്കിൽ ആൾക്കാർ സംരംഭകരാകണം. ഇത് അമേരിക്ക പോലത്തെ സമ്പന്ന രാഷ്ട്രങ്ങളിലൊക്കെ അത് ചെയ്ത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് ആ രാഷ്ട്രം ഇത്രമാത്രം സമ്പന്നമാകാൻ കാരണം. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കേണ്ടത്, എംപ്ലോയ്മെന്റ് വേണ്ടതല്ല. പക്ഷെ അതുകൊണ്ട് ഒരാൾക്ക്, ഞാൻ 30 വർഷം വർക്ക് ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ അതിനുശേഷം മോദി കയറുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ തന്നെ കാരണം ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പ്ലാറ്റ്ഫോം സാധിക്കും മനസ്സിലായി. അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിച്ചത് ഇതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ പ്രത്യേകത, നമുക്ക് നൂറുകണക്കിന് ആൾക്കാരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ സാധിക്കും. അപ്പോൾ സ്വപ്നങ്ങൾക്ക് അത്ര പ്രാധാന്യമുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇതൊരു വലിയ ഫാക്ടറാണ്. ഇതില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. എത്ര പേരും പണം കിട്ടിയാൽ തികയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ട് ഒരു 10 വർഷം മുമ്പ് 1 ലക്ഷം രൂപ കൊണ്ട് കിട്ടിയ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് വന്ന് കൈ കിട്ടി വളരെ പെട്ടെന്ന് തീരുന്ന കാണാൻ പറ്റും. കാരണം മണിക്ക് അത്രമാത്രം പ്രത്യേകത വന്ന സമയമാണ് ഇപ്പോൾ. അതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് തിരിച്ചറിയേണ്ടത്, പണം നമുക്ക് അത്ര ഒരു ഫാക്ടറാണ്. നമുക്ക് എന്തുകൊണ്ട് ഈ പണം ഒന്നിച്ച് സമ്പാദിച്ചുകൂടും? നൗ വി ഹാവ് ക്രിയേറ്റഡ് ആൻ യുണീക്ക് ബിസിനസ് പ്ലാൻ. ഈ പ്ലാൻ കാണിക്കുന്നത് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ, SMIP പ്ലാൻ കാണിക്കുന്നത് ടു ഹെൽപ്പ് യു ഗെറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ നേടാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ശ്രമിക്കാം, ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഓരോ പടികളും കയറി പോകാൻ പറ്റും. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാന്റെ പ്രത്യേകത നോക്കുക. ദിസ് ഈസ് മോർ ദാൻ എ പ്ലാൻ. പ്ലാനേക്കാളും കൂടുതൽ ഇറ്റ് ഈസ് മൈ പ്രോമിസ് ടു ഫ്യൂവൽ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ വളർച്ചയിലെ ഒരു ഇന്ധനമായിട്ട് ഞാൻ മാറുകയാണ്. അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ. നിങ്ങൾക്ക് എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നമുക്ക് അറിയില്ല. അത് തിരിച്ചറിയാനുള്ള ഒരു വലിയ മാർഗമാണ്. ആൻഡ് സ്റ്റാൻഡ് ബൈ യു എവറി സ്റ്റെപ്പ് ഓഫ് വേ. ഈ വഴിയിൽ നിങ്ങൾക്ക് വേണ്ടി അതിൽ സ്റ്റാൻഡ് ചെയ്യാണ്. ദീസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. പരിമിതിയില്ലാതെ വിജയിക്കാൻ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തരികയാണ്. ടുഗദർ വി വിൽ ബിൽഡ് എ ഫ്യൂച്ചർ വേർ നത്തിങ് ഹോൾഡ്സ് യു ബാക്ക്. നിങ്ങൾക്ക് വലിയ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് മുഴുവൻ കമ്മിറ്റ്മെന്റ് തരികയാണ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. മിസ്റ്റർ സമീർ കെ മോഡി. ഇത് ഭയങ്കര പ്രചോദനം കിട്ടുന്ന വാക്കാണ്. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. ഓരോ ദിവസവും ഇത് വായിക്കുമ്പോഴും ഭയങ്കര ഇൻസ്പിറേഷൻ. അദ്ദേഹം പറഞ്ഞ 9 കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ വരുമാനം നോക്കുക. അപ് ടു 72% പേ ഔട്ട് ഓൺ BB, ബിസിനസ് വോളിയത്തിന്റെ 72% നമുക്ക് വരുമാനം തരുന്നുണ്ട്. ഇന്ത്യയിലെ ഹയസ്റ്റ് പേ ഔട്ട് തരുന്ന പ്ലാൻ അത്. ദ അൾട്ടിമേറ്റ് കോമ്പൻസേഷൻ പ്ലാൻ ഡിസൈഡ് ഫോർ ട്രൂ അച്ചീവേഴ്സ്. വിജയിക്കാൻ താല്പര്യപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് മാക്സിമം കൊടുക്കുക. നേരത്തെ ഉണ്ടായിരുന്ന പോലെ 14 ഓർഗനൈസേഷനോ 6 ഓർഗനൈസേഷൻ വേണ്ട, ജസ്റ്റ് 4 ഓർഗനൈസേഷൻ മതി. 4 ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാം. ദെൻ അൺലോക്ക് റാപ്പിഡ് ഗ്രോത്ത് വിത്ത് ദ പവർ ഓഫ് 4. ഇതിന്റെ നട്ട് ആൻഡ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് 4 ആണ്. വജ്രായുധമാണ് പവർ ഓഫ് 4. ശരിക്കും മനസ്സിലായിക്കൂടെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എൻഹാൻസ് ദ ഇൻസെന്റീവ്സ് ഓൺ ഈച്ച് ടൈറ്റിൽ പ്രോഗ്രഷൻ. നിങ്ങളുടെ ഓരോ ടൈറ്റിൽ പ്രോഗ്രഷനും നിങ്ങൾക്ക് ധാരാളം ഓരോ ലെവലിൽ കിടുന്നത് നിങ്ങളുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുക. ദെൻ ഏൺ ഫ്രം ഇൻഫിനിറ്റ് ഡെപ്ത്. നിങ്ങൾക്ക് എത്രമാത്രം മൾട്ടിപ്പിൾ ബിസിനസ് സെന്റേഴ്സ് ആയി ഉണ്ടാക്കാം. പവർ ഓഫ് 4ന്റെ വലിയൊരു ഗ്രൂപ്പ് താഴെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ട് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാം. ഇൻസ്റ്റന്റ് റിവാർഡ്സ് നൗ മന്ത്ലി. നേരത്തെ പോലെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പണ്ട് 3 മാസം ഓരോ ലെവലിൽ എത്തിയാൽ മാത്രമേ അടുത്ത ഇൻകം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയല്ല, അതാത് മാസം ഇൻസ്റ്റന്റ് ഇൻകം. മോസ്റ്റ് റിവാർഡിങ് ലോയൽറ്റി. നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ലോയൽറ്റി ഓണേഴ്സ് ആയിട്ട് മാറാൻ മാറും. അത് പ്രിഫേർഡ് കസ്റ്റമറിനും കിട്ടും, അഡ്വൈസറിനും കിട്ടും. പ്രിഫേർഡ് കസ്റ്റമറിന് അതിനകത്ത് വരുമാനം കിട്ടില്ല, ആ പ്രൊഡക്റ്റിന്റെ ലോയൽറ്റി മാത്രമേ കിട്ടുള്ളൂ. അഡ്വൈസേഴ്സിന് ലോയൽറ്റി കിട്ടും, വരുമാനം കിട്ടും, എല്ലാം ബിസിനസ് ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. അഡ്വൈസറിന് അത് മാത്രമേ സാധിക്കുള്ളൂ. പ്രിഫേർഡ് കസ്റ്റമറിന് സ്പോൺസർ ചെയ്യാൻ സാധിക്കില്ല, വരുമാനം എൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അവർക്ക് ബിസിനസിന്റെ എല്ലാ ബെനിഫിറ്റും എൻ ചെയ്യാൻ പറ്റും. എന്താ ലോയൽറ്റി? ജസ്റ്റ് 2 വാക്ക് പറയാം. നമ്മൾ 6 മാസം ഒരു 3000-നും 10,000-നും പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ 7ാമത്തെ മാസം 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ. അതിന്റെ നമുക്ക് 10,000 വാങ്ങിക്കണമെങ്കിൽ 10,000 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. എന്നാലോചിച്ച് നോക്കി, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതിന് കൂടാതെ തന്നെ ലോയൽറ്റി കിട്ടുന്നു. 12 മാസം വാങ്ങിക്കുമ്പോൾ കമ്പനിയുടെ ലോയൽ കസ്റ്റമറായി തീർന്നു അല്ലെ. 6 മാസം വാങ്ങിച്ചപ്പോൾ ലോയൽറ്റി ആയി,
12 മാസം ലോയൽറ്റി പ്ലസ് ലഭിക്കും. അത് പിന്നെയും 2 മാസം പഠിച്ചിട്ട് പിന്നെയും ഫ്രീ ലഭിക്കും. ഈ 12 മാസം വാങ്ങിച്ച പടത്തിന്റെ ആവറേജ് എത്രയാണോ അതിന്റെ 3 ഇരട്ടിയാണ് ഒരു വർഷം മൊത്തം കിട്ടുന്നത്. മാക്സിമം 30,000 വരെ പടത്തെ ഫ്രീ ലഭിക്കുക. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് വാങ്ങിച്ച വ്യക്തിയുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. നേരത്തെ അത് 7,000 ആയിരുന്നു, ഇത് 10,000 ആക്കി. അപ്പൊ 7 3 21 24,000 രൂപയുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് 5 വർഷം ലഭിക്കുമ്പോൾ അതിന് 1 ലക്ഷം രൂപ പ്രൊഡക്റ്റ് 5 വർഷം ലഭിച്ച വ്യക്തിയുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അതിന് കാരണം ഈ ലോയൽറ്റി തന്നെ വളരെ ആകർഷിച്ചു. 100% ഗ്യാരണ്ടി വളരെ ആകർഷിച്ചു. വാങ്ങിച്ച് പ്രൊഡക്റ്റ് പൊട്ടിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മടക്കി കൊടുത്താൽ മതി, 30 ദിവസത്തിനുള്ളിൽ പണം മുഴുവൻ തിരിച്ചു തരും. ഇങ്ങനൊരു കമ്പനി വന്ന് എന്റെ സ്വപ്നം തുല്യമായ കാര്യമാണ്. സോ അതുകൊണ്ട് പറയുന്നത് ലോയൽറ്റി അത്രയും പഠിക്കേണ്ട കാര്യമാണ്. ദെൻ ലാസ്റ്റത്തെ കാര്യം, ദിസ് പ്ലാൻ ഈസ് നൗ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് റിവാർഡിംഗ് പ്ലാൻ ഇൻ ദി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ ഇപ്പോഴുള്ള ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന പ്ലാനായിട്ട് മാറിക്കട്ടെ. സോ അങ്ങനെ നമുക്ക് ആ പ്ലാൻ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് വാച്ച് ചെയ്യാം. എല്ലാവരും ഞാൻ ക്ഷണിക്കാൻ ആ പ്ലാനിലേക്ക്. ഇതിനകത്ത് വരുന്ന പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ വയ്ക്കുന്നു. നമുക്ക് അറിയാം 12 തരം ഇൻകം ഉണ്ട്. ഒരു മിനിറ്റ്. ഈ 12 തരം ഇൻകം അത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഉണ്ടോ? ആ 72% പേ ഔട്ട് തരികയാണ്. അപ്പൊ ആ പേ ഔട്ട് തരുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇത് എങ്ങനെ തരുന്നതെന്ന് നോക്കണം. എന്തൊക്കെ മേഖല തരുന്നത്, എന്താ എന്റെ അടിസ്ഥാനം വരുന്നത്. ഈ 4 ഫൗണ്ടേഷനകത്തുള്ളത് ഈ 4 പില്ലേഴ്സ്, ഈ 4 തൂണിലാണ് നമ്മൾ നിൽക്കുന്നത് ബിസിനസ്. ആ 4 തൂണിൽ ശ്രദ്ധിക്കണം. ഒന്ന് ഫൗണ്ടേഷൻ കൺസ്യൂമറാണ്. നമ്മൾ കൺസ്യൂമർ ആയേ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു സെൽഫ് യൂസ് ആണ് പറയുന്നത്. സ്വയം ഉപയോഗിക്കുക. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പയറും പരിപ്പും കടല ഒഴിച്ച് ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്വയം ഒരു കൺസ്യൂമറായിട്ട് മാറുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം. അപ്പോ കൺസ്യൂമറായിട്ട് മാത്രം നിന്നാൽ മതി. ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് എന്താ പ്രിഫേർഡ് കസ്റ്റമർ ആകാം. നിങ്ങളുടെ സുഹൃത്ത് ബന്ധുവിനോ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പ്രിഫേർഡ് കസ്റ്റമർ അവരെ സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും കിട്ടിയാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ. അവർക്കൊരു 8 ID നമ്പർ ഉപയോഗിക്കും, അത് വാങ്ങിക്കാം. അവർക്ക് വേറെ ആളെ എൻട്രി ചെയ്യാൻ സാധിക്കില്ല. ബിസിനസ്സിൽ അവർക്ക് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം. ലോയൽറ്റിയുടെ ബെനിഫിറ്റും ലോയൽറ്റി പ്ലസ് ബെനിഫിറ്റും എല്ലാം അവർക്ക് ലഭിക്കും. പിന്നെ 15-ാം തീയതി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പർച്ചേസ് ഓഫർ ഉണ്ട്. വാങ്ങിക്കുമ്പോൾ 10-ാം തീയതിക്കുള്ളിൽ കുറെ ഓഫേഴ്സ് ഉണ്ട്. 15-ാം തീയതി നമുക്ക് ഫസ്റ്റ് പർച്ചേസ് ഓഫർ ഉണ്ട്. അപ്പോൾ 10-ാം തീയതി വരെ കുറെ ഓഫേഴ്സ് അത് അവൈൽ ചെയ്യാം. ലക്കി ഡ്രോഗ്സ് ഒക്കെ ഉണ്ട്. 15-ാം തീയതി ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് പർച്ചേസ് ഓഫർ ഉണ്ട്. ആ ഡേറ്റ് തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് 10% വരെ ഫ്രീ ലഭിക്കും. കൂടാതെ ലോയൽറ്റി കിട്ടും. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആദ്യം പറയുന്ന ഫൗണ്ടേഷൻ, അത് മനസ്സിലായി. അപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ കൺസ്യൂമർ ആയേ പറ്റുള്ളൂ. അല്ലാതെ ഈ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാര്യം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ കമ്പനിയുടെ MD വളരെയധികം ആഗ്രഹിക്കുന്നു. മോദിക്കേർ കമ്പനി ആഗ്രഹിക്കുന്നു. സോ നെക്സ്റ്റ് ബേസ് ലെവൽ അഡ്വൈസർ ആയാൽ മാത്രമേ ഈ പറഞ്ഞ ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുള്ളൂ. വ്യത്യാസം മനസ്സിലാക്കുക. പ്രിഫേർഡ് കസ്റ്റമറും അഡ്വൈസറിനുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഡ്വൈസറായിട്ട് നിങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. എവിടെ എക്സ്പാൻഡ് ചെയ്യാം? ഇന്ത്യയിൽ എവിടെയാണ് ചെയ്യാൻ ബിസിനസ്? എവിടെയൊക്കെ ബിസിനസ് മോദിക്കൽ ബിസിനസ് ഏതൊക്കെ സംസ്ഥാനത്തുണ്ടോ അവിടെയൊക്കെ ചെയ്യാം. എല്ലാ സംസ്ഥാനത്തും ചെയ്യാം. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനാണ് ഈ ബിസിനസിന്റെ മെയിൻ പണി. ആൾക്കാരെ പിടിക്കലല്ല പണി. അത് ഇല്ലീഗൽ പിരമിഡ് സ്കീംസാണ് ചെയ്യുന്നത്. ഇത് പ്യുവർലി നമ്മുടെ ബിസിനസിനകത്ത് താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. ആ രീതി തന്നെ കാണണം. സോ അഡ്വൈസർ ആയിക്കൊണ്ട് നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു. 14 സ്റ്റേറ്റുകളിൽ ബിസിനസ് ഉണ്ട്. എനിക്കറിയില്ല അത്ര 14 സംസ്ഥാനങ്ങളിൽ ബിസിനസ് പോയത് അറിഞ്ഞുകൂടിയില്ല. ആയിരക്കണക്കിന് ആൾക്കാർ ബിസിനസ് ഉണ്ട്. 5 വർഷമായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉപയോഗിക്കാനും അവർ വീട്ടിലേക്ക് ആവശ്യ സാധനം വാങ്ങി ഉപയോഗിക്കുന്നു. അവർ ലോയൽറ്റി കസ്റ്റമറായിട്ട് മാറുന്നു. ഇതാണ് എന്റെ ഏറ്റവും ബേസ് ലെവൽ അഡ്വൈസേഴ്സ് ചെയ്യേണ്ട കാര്യം. അവർ ടീമിൽ വരുന്ന 4 ഓർഗനൈസേഷൻ മാത്രം മതി. അതിലൂടെ തന്നെ ഈ ടീം മുഴുവൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കമ്പനി എല്ലാ വരുമാനവും ഈ 4 ലെവലിൽ തന്നെ തരും ചെയ്യും. 3ാമത്തെ കാര്യം ബിസിനസ് ബിൽഡേഴ്സ്, ലീഡർഷിപ്പ്. നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ നമ്മുടെ 4 ഓർഗനൈസേഷനും വരും. അവര് ബിസിനസ് ചെയ്തോളൂ. ബിസിനസിന്റെ ഓരോ ട്രെയിനിങ് പങ്കെടുക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ബിസിനസ്. ഞാൻ ട്രെയിനിങ് പങ്കെടുത്തപ്പോൾ എനിക്ക് ആവേശമായത് ഈ ബിസിനസ് ചെയ്യണമെന്ന്. വൈഫിന് ഫുൾ സപ്പോർട്ട് ചെയ്യാൻ കൊടുത്തു. ഗവൺമെന്റ് സർവീസ് ഇറങ്ങിയ ശേഷം ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് അതിന് ബിസിനസ് ലീഡർഷിപ്പ്. അങ്ങനെ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് അതിനുകൊണ്ട് എല്ലാ ഗൈഡൻസ് തരുന്നതാണ് 4ാമത്തെ കാറ്റഗറി. എന്താ? നമ്മുടെ അപ്ലയൻസ് ഉണ്ട്. അവരെ എപ്പോഴും എന്നും നന്ദിയോടെ സ്മരിക്കും. എന്റെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് ദിനേശ് സാറിനോടും ജിഷാദ് ബക്കറിനോടും 2 പേരോടും നന്ദി പറയാണ്. കാര്യം അവരിലായിരുന്നു എനിക്ക് ബിസിനസ് ഒരിക്കലും കാണാനോ മനസ്സിലാക്കി തരാൻ സാധിച്ചില്ല. അവരുടെ ഗൈഡൻസ് സപ്പോർട്ടുമാണ് ഇന്ന് ഈ ബിസിനസിന്റെ വിജയത്തിന് കാരണം. സോ അങ്ങനത്തെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് നമ്മൾ നേടേണ്ടത് ആവശ്യവും. അല്ലാതെ തന്നെ ചെയ്യുന്ന സാധനമല്ല. ഒരു വലിയ ടീം വർക്കാണ്. TEM, ടുഗദർ എവരിബഡി അച്ചീവ്സ് മിറക്കിൾ. അതാണ് ടീമിന്റെ ഫുൾ ഫോം തന്നെ. അത് ശരിക്കും മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ. ഈ 12 തരത്തിലെ വരുമാനം എങ്ങനെയാണ്? ഒന്ന് സേവിംഗ് കൺസംഷൻ. നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും
ഞാൻ നേരത്തെ പറഞ്ഞു 33% വരെ നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഐഡിയ എടുത്ത് വാങ്ങിക്കും. പുറത്തിലാ കൊടുക്കുമ്പോൾ 33% ലാഭത്തിൽ കൊടുക്കാനും പറ്റും. അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കൊടുത്ത പ്രോഫിറ്റ് കിട്ടും, നമുക്ക് വാങ്ങിച്ചുപയോഗിച്ച് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരിക്കലും ഇത് കൊണ്ടുകിടന്ന് വിൽക്കുന്ന ബിസിനസ് അല്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, വരുമാനം കിട്ടും 33% വരെ. പക്ഷെ അതിലുപരി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസിന്റെ ഗ്രൂപ്പിനകത്ത് വരെ നിങ്ങൾക്ക് 33% വരെ ലാഭം ഉണ്ടാക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ശരിക്കും ബിസിനസ് വലിയ വിജയിക്കണമെങ്കിൽ നിങ്ങൾ 4 ഓർഗനൈസേഷന് വേണ്ടി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. അതിനെ പവർ ഓഫ് കേട്ടോ. പ്രോഗ്രഷൻ ബോണസ് നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും 6% വരെ പ്രോഗ്രഷൻ ബോണസ് ഉണ്ട്. മൂന്നാമത്തേണ് പവർ ഓഫ്. ഇതാണ് ഈ ബിസിനസിന്റെ ബാക്ക് ബോൺ, അല്ലെ വജ്ര എന്ന് പറയും. ഇത് അടുത്താണ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട 4 പേരെ ബിസിനസ് കൊണ്ടുവന്ന് അഗ്രസീവായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള 4 പേര് ബിസിനസ് കൊണ്ടുവന്ന് അവർക്കുള്ള സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. ഞാനത് ചെയ്തുള്ളൂ. അങ്ങനെ 5% ബോണസ് പവർ ഓഫ് ഉണ്ട്. ഡയറക്ടർ ബോണസ് ഇത് 17% ഉണ്ടോ. ഡയറക്ടറായി അവര് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ഡയറക്ടർ ബോണസ് ലഭിക്കും. ആ ഡയറക്ടറായ അവർക്ക് തന്നെ വെഹിക്കിൾ ബോണസ് ലഭിക്കും. ഉണ്ടോ, നാഷണൽ ട്രാവൽ ബോണസ് കിട്ടും. ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്യാനുള്ള ബോണസ് കമ്പനി കൊടുക്കും, എല്ലാ മാസം കൊടുക്കും ഡയറക്ടർ ആവുന്നവർക്ക്. പിന്നെ അവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മെന്റർഷിപ്പ് ബോണസ്, ലോകം മുഴുവൻ കറങ്ങാനുള്ള വേൾഡ് ടൂർ ഫണ്ട് 6%, മെന്റർഷിപ്പ് ബോണസ് 15%. ഏറ്റവും കൂടുതൽ വരുമാനം മെന്റർഷിപ്പ് ബോണസിലാണ്. ദെൻ ലക്ഷറി കാർ ഫണ്ട്, കാർ എന്നെ ബാക്കിൽ കിടന്ന കാറ് ഇതിലൂടെ വാങ്ങിച്ചത് മോദി കെയറിന്റെ കിട്ടിയ സമ്മാനമാണ്. ദെൻ ലക്ഷറി കാർ ഫണ്ട്. ദെൻ ഡ്രീം ഹൗസ് ബോണസ്, നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് അത് കിട്ടും. ദെൻ റെഡ് ഡയമണ്ട് ബോണസ് 4%, ബ്ലൂ ഡയമണ്ട് ബോണസ് 3%. ഇങ്ങനെ ഒരു വരുമാനത്തിന്റെ വലിയ ഗ്രൂപ്പിനകത്തുണ്ട്. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്തെന്താ നോക്കാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് തരാം. എന്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മൾ കൺസ്യൂമർ ആണ്. വാങ്ങിക്കുമ്പോൾ നമുക്ക് 33% വരെ പ്രോഫിറ്റ് നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. അത് നമുക്ക് വലിയ നേട്ടമുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചെറിയ ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ വാങ്ങിക്കുമ്പോൾ 6 മാസം വാങ്ങിക്കുമ്പോൾ നമുക്ക് ലോയൽറ്റി പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാം. 6 മാസം മുടങ്ങാതെ 25-ാം തീയതി പർച്ചേസ് ചെയ്തിരിക്കണം. ഞാൻ 1-ാം തീയതി 5-ാം തീയതി എടുക്കും. എല്ലാ വർഷവും എല്ലാ മാസവും 100 PV എന്ന് പറയും. ആ PV ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ എനിക്ക് മാക്സിമം അത് 10,000 ഒരു മാസം എത്തിക്കണം. 10,000-ന്റെ മുകളിൽ ഞാൻ എത്തിക്കും. അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എനിക്കുണ്ട്. അവർക്കുള്ള കൺസ്യൂമറായിട്ട് വെച്ചിട്ടുണ്ട്. അവർക്കുള്ള MRPക്ക് പ്രൊഡക്റ്റ് കൊടുക്കും. DPക്ക് പ്രൈസ് ഞാൻ കൊടുക്കില്ല. MRP കൊടുക്കുമ്പോൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതൊരു ബിസിനസ് ആകുമ്പോൾ അങ്ങനെ ചെയ്യണം. അത് അച്ഛനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും MRPക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് MRPയുടെ കൊടുക്കുന്ന മാർജിൻ നമുക്ക് ലഭിക്കും. ലോയൽറ്റി പ്രോഗ്രാം തന്നെ ഒരാൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ കൊണ്ടു കൊടുത്താലും അതൊക്കെ വരുമാനം കിട്ടും. അടുത്ത് നോക്കുക, നോ നെറ്റ്വർക്ക് മീൻസ് നോ സക്സസ്. നമുക്ക് 4 പവർ ഓഫ് വേണ്ട കാരണത്തില് നമുക്ക് 4 പേരോട് തന്നെ പോകണം. 3 പേരെ പോരാ. 4 പേരിൽ തന്നാലേ കമ്പനിയുടെ എല്ലാ റാങ്കിലും നേടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. പ്രോഗ്രഷൻ ബോണസ് എന്ത് പർച്ചേസ് ചെയ്യാനും കിട്ടും. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത്, നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഒരാൾക്ക് ജോയിന്റ് പെയിൻ ഉണ്ട്. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ജോയിന്റ് പെയിൻ അയക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് മാറി. നമുക്കറിയാം ജോയിന്റ് പെയിൻ പ്രശ്നങ്ങളാകറി പ്രൊഡക്റ്റ് കഴിച്ചാൽ അവിടെ ആരോഗ്യം മെച്ചപ്പെടും. ആരോഗ്യം മെച്ചപ്പെടുന്നതുകൊണ്ടാണ് ജോയിന്റ് പെയിൻ കയറാവുന്നത്. ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്, ഇത് മരുന്നല്ലത്. ശരിക്കും ശ്രദ്ധിക്കണം. ഫുഡ് സപ്ലിമെന്റ് മാത്രമേ അകത്തുള്ളൂ, പോഷകാഹാരം മാത്രമേ അകത്തുള്ളൂ, മരുന്നിനകത്തില്ല. വീട്ടില് തുടക്കാനും പാത്രം കഴിക്കാൻ ആവശ്യമുള്ള അങ്ങനത്തെ പ്രൊഡക്റ്റ്, അതിന് കെമിക്കൽസ് ഇല്ല, നാച്ചുറൽ പ്രൊഡക്റ്റ്. പല്ലിയൊക്കെ പേസ്റ്റ് ഉണ്ട്, ആ പേസ്റ്റ് വെച്ച് പല്ലിനെ പുളിപ്പ് മാറും. അത് കെമിക്കൽസും മരുന്നൊന്നുമല്ല, നാച്ചുറൽ സൈലോട്ടിയിൽ നിന്നുള്ള പ്ലാന്റ് കോമ്പൗണ്ട് അതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് അതിശയപ്പെടുന്ന കാര്യം. നമുക്ക് സാധാരണ പല്ല് കഴിച്ചാൽ നാക്കൊക്കെ മരവിച്ചു, പഞ്ചസാരമായിട്ട് മധുരം ഉണ്ടാവില്ല. നമ്മുടെ ഈ പേസ്റ്റ് പല്ല് കഴിച്ചാൽ പഞ്ചസാരക്കും ഒരു പ്രശ്നം മധുരം ഇല്ല, അതോടെ ഉണ്ടാവും. പല്ലുവിളിപ്പ് മാറി കിട്ടും. ഇപ്പൊ എനിക്ക് എന്റെ സ്വന്തം എക്സ്പീരിയൻസാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ പറയാൻ ജോയിന്റ്സ് പെയിൻ മാറി കിട്ടാൻ ചിലർക്ക് ഷുഗർ ക്രമാതീതം കൂടുതലായിരുന്നു. ആ ഷുഗറെ കൺട്രോൾഡായി. ഈ അറിവാണ് ഞാൻ റെഫർ ചെയ്യണം. ഈ അറിവാ പറഞ്ഞു കൊടുക്കും. അതിലൂടെ ടീം ഡെവലപ്പ് ചെയ്ത് കള്ളത്തരം പറയേണ്ട ആവശ്യമൊന്നും ഇതിനകത്തില്ല, ഒരിക്കലും പറയരുത്. സോ ഇതിലൂടെ ബിസിനസ് പിടിയാണ്. സത്യമായ രീതിയിൽ നമുക്ക് പണ്ട് അക്യുമുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാര്യം അക്യുമുലേഷൻ കൊണ്ട് പ്രത്യേക ആൾക്ക് ഇന്നുവരെ ഒരാൾക്ക് വരുമാനം കിട്ടിയിട്ടില്ല. എനിക്കറിയാം 5 വർഷമായിട്ട് അക്യുമുലേഷൻ ഉണ്ടായിരുന്നു. അക്യുമുലേഷനും എന്റെ ആവശ്യം ഓരോ മാസം കൂടിയ ബിസിനസ് നമുക്ക് കാണാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ല നമുക്ക് വരുമാനം കിട്ടുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ വരുമാനം, അതിന് ഒരു പരിമിതിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, പണ്ട് അക്യുമുലേഷൻ കൊണ്ട് 6,000 പോയിന്റ് വാല്യൂ, ഏതായാലും 3.25 ലക്ഷം രൂപ ബിസിനസ് എത്തണമായിരുന്നു. എന്നാൽ മാത്രമേ നമുക്ക് 1,250 വരുവാണെങ്കിൽ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. പിന്നെ 4,000 പോയിന്റ് വരുവാക്കി, അപ്പോൾ 1,250 1,200 എത്തണം, എന്നാലും ഡയറക്ടർ. അപ്പൊ അപ്പോഴും 2.25 ലക്ഷത്തിന് ബിസിനസ് ചെയ്യണം. അത് വേണ്ട, ജസ്റ്റ് 1,100 പോയിന്റ് വാല്യൂ, അതായത്
നമ്മൾ ഈ മാസം തുടങ്ങിയ ഒരാൾക്ക് ഈ മാസം ഡയറക്ടറാൻ പറ്റും. ഇതാണ് എന്നെ ഏറ്റവും ഹൈലൈറ്റ്. ഈ മാസം തുടങ്ങിയ ആൾക്ക് ഈ മാസം ഡയറക്ടറാൻ പറ്റും. ഒരു 60,000 രൂപ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീം കൂടി വാങ്ങിക്കും. അധികം വാങ്ങിക്കുകയോ ടീം മൊത്തം വാങ്ങിക്കുകയോ ചെയ്താലും വോളിയം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്നാൽ അദ്ദേഹം ഡയറക്ടറാണ്. അത്രയും സിമ്പിൾ ആയിട്ട് ബിസിനസ് മാറി. ഇതാണ് പഠിക്കേണ്ടത്. SMIP പ്രത്യേകത, ഇത് ഹൈ ഇൻകം പ്ലാൻ ആണ്. അഡ്വൈസർ ഉണ്ടോ, നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പ്രോഗ്രഷൻ ബോണസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ഒരു 15 PV തൊട്ട് 49 PV വരെ. എന്താ PV എന്ന് പറഞ്ഞാല് ഒരു പോയിന്റ് വാല്യൂ. ബിസിനസ് തിരിയാൻ മുഴുവനായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാം. ഒരു PV എന്ന് പറഞ്ഞാല് 27 ബിസിനസ് വോളിയം PV ആണ്. ഉണ്ടോ, 1 പോയിന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 27 ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 54 രൂപ. ഉണ്ടോ, അപ്പോ 15 PV തൊട്ട് 49 PV വരെ 3000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ 2% ബോണസ് ലഭിക്കും. ഉണ്ടോ, അത് 50 PV തൊട്ട് 199 PV ആകുമ്പോൾ 3% മാറി. അപ്പൊ നിങ്ങൾക്ക് പവർ ഓഫ് 4 ഉണ്ടെങ്കിലോ ഇൻകം ആ നാല് ഗ്രൂപ്പിൽ നിന്നുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് പഠിക്കാൻ അടുത്ത സ്റ്റെപ്പ് മനസ്സിലാവും. പവർ ഓഫ് 4നകത്ത് 200 തൊട്ട് 390 ആകുമ്പോൾ നമുക്ക് 4% വരുമാനം ലഭിക്കും. 400 തൊട്ട് 690 ആകുമ്പോൾ 5% വരുമാനം കൂടിയണ്ട. നമ്മൾ വരുമാനം, നമ്മുടെ വോളിയം കൂടുന്നതോറും വരുമാനം. ഇപ്പൊ നെറ്റ്വർക്ക് ആണെങ്കിലോ ഈ വോളിയം കൂടാൻ അറിയില്ല. 700 തൊട്ട് 1090 എത്തുമ്പോൾ നമ്മൾ 6% വോളിയം. ഇത് ഡയറക്ടർ റാങ്കിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് 1100 PV എത്തിയാൽ മതി. നിങ്ങൾക്ക് 6% തൊട്ട് പിന്നെ ലൈഫ് ടൈം ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് 6% തരും. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. പ്രോഗ്രഷൻ മോഡ് അത്രയും സിമ്പിൾ ആണ്. ഇപ്പോ പാറ്റ് പെയ്ഡ് സൈറ്റ് ആണ് പാറ്റ്. പാറ്റ് ഡയറക്ടർ ആൻഡ് അബോവ് വിൽ ഗെറ്റ് 6% പ്രോഗ്രഷൻ ബോണസ് വിത്ത് ഡിഫറൻഷ്യൽ കമ്മീഷൻ. പിന്നെ അടുത്ത് അഡ്വൈസേഴ്സ് മസ്റ്റ് ഡു ഒരു മാസം 15 PV നിർബന്ധമായിട്ടും അഡ്വൈസ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ് പ്രോഗ്രഷൻ ബോണസ് കിട്ടണമെങ്കിൽ. ഇവിടെ പഠിക്കേണ്ടത് കണ്ടോ, ആക്റ്റീവ് 4 അഡ്വൈസേഴ്സ്. ഇതാണ് പവർ ഓഫ് 4. ആ 4 അഡ്വൈസേഴ്സ് വന്നു. എയും ബിയും സിയും ഡിയും സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അവരുടെ ഡിഫറൻസ് ഉണ്ടാവും. ആ എയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 13 50 വെച്ചിട്ട് അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് മൊത്തം 108 രൂപ ആ ഡിഫറൻസ് മാത്രം ലഭിക്കുക. പവർ ഓഫ് 4 ജസ്റ്റ് ഫോർമാലിറ്റി കാണിച്ചു തരാം. ഇൻകം അതല്ല. ഇൻകം ഈ പവർ ഓഫ് 4 ലഭിക്കുന്നത് നമുക്കൊരു 4 കുറഞ്ഞ മൈൽസ്റ്റോൺ നമ്പർ 1 കമ്മിറ്റ് ചെയ്യുമ്പോൾ 1000 rupees എടുത്ത് കമ്പനി ക്യാഷ് അവാർഡ് തരാം. 2 ഷെയർ കമ്പനി തരാം അവർക്ക് വേണ്ടി. പവർ ഓഫ് 4 എത്തിയ എല്ലാവർക്കും. 4 എയും ബിയും സിയും ഡിയും ഉണ്ട്. എയും ബിയും സിയും ഡിയും 50 പോയിന്റ് വാല്യൂ എത്തുക എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് ഫ്രണ്ട് ലൈനിലായിരിക്കണം, നേരിട്ട് സ്പോൺസർ ആക്കാനായിരിക്കണം. അത് ചെയ്താൽ കമ്പനി നിങ്ങൾക്ക് ഒരു 2 ഷെയർ എക്സ്ട്രാ തരികയാണ്. അത് 1000 രൂപ എടുക്കരുത്. അപ്പൊ നമുക്ക് ഒരു മൈൽസ്റ്റോൺ നമ്പർ 1 നമ്മൾ ക്വാളിഫൈ ചെയ്തു. ഈ 2 ക്വാളിഫൈ ചെയ്താലോ അപ്പൊ അത് പ്രത്യേകത, അത് എവിടെയെങ്കിലും ആ ഗ്രൂപ്പിനകത്ത് 12 പേര് ആ ഗ്രൂപ്പിനകത്ത് 4 ഗ്രൂപ്പിനകത്ത് വരണം. 12 പേര് 50 പോയിന്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൈൽസ്റ്റോൺ നമ്പർ 2-ലെത്തും. ഏതാണ്ട് 3000 രൂപ അടുത്തുള്ള 4 ഷെയർ ലഭിക്കും. ആ തുക നമുക്ക് ലഭിക്കും. ഈ മൈൽസ്റ്റോൺ നമ്പർ 1ഉം മൈൽസ്റ്റോൺ നമ്പർ 2 അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് ശേഷമാണ് ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഡയറക്ടർ റാങ്കിലേക്ക് പ്രവേശിക്കും. അപ്പൊ നിങ്ങൾക്ക് 1100 പോയിന്റ് വാല്യൂ ഒരു മാസം ഉണ്ടാകുക എന്നുള്ളതാണ്. ആ 1100 പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 60,000 ബിസിനസ് ഒരു മാസം ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്ടർ റാങ്കിലേക്ക് എത്തി. ഡയറക്ടർ റാങ്ക് എത്തിയാൽ പിന്നെ പിക്ചർ മാറി. നിങ്ങൾക്ക് കമ്പനിയുടെ 17% ഡയറക്ടർ ബോണസ് കമ്പനി നേരിട്ട് തരിക. അതായത് നിങ്ങളുടെ 4 ഓർഗനൈസേഷൻ കൊണ്ട് നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ ഏതാണ്ട് ഈ വെഹിക്കിൾ ബോണസ് നിങ്ങൾക്ക് ഡയറക്ടർക്ക് ഒരു 2500 വരെ ഒരു മന്ത്ലി അവർക്ക് കമ്പനി തരുന്നുണ്ട് എല്ലാ മാസവും. നിങ്ങൾ വോളിയൻസ് കിട്ടും. വോളിയം കുറവാണെങ്കിൽ അത്രയും കിട്ടില്ല, 1000 കിട്ടുള്ളൂ. ഫുൾ വോളിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ആയി നിങ്ങൾക്ക് 2500 രൂപ മാക്സിമം ലഭിക്കും. ഇത് നാഷണൽ ട്രാവൽ ഫണ്ട് ഉണ്ട്. ഇത് 5000 വരെ ട്രിപ്പ് മുടങ്ങാൻ കിട്ടും. ഇപ്പോ നമുക്ക് പല ട്രിപ്പും കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട്. കൊടൈക്കനാലും ഗോവയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഇതിന് കിട്ടുന്ന സംഗതിയാണ്. ഇപ്പൊ കൊടൈക്കനാലാണ് ഡയറക്ടർമാർക്കുള്ള ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നാഷണൽ ട്രാവൽ ബോണസിനകത്ത് അത് 5000 രൂപ ഒരു മാസം ലഭിക്കും. അപ്പൊ 3 മാസം പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 15000 കിട്ടും. ഈ ട്രിപ്പ് വന്നെടുത്ത് നിങ്ങൾക്ക് ആ ഫണ്ട് ഉപയോഗിച്ച് പോകാനും പറ്റും. അതിന് 3 പൂൾസ് ഉണ്ട്. ഉണ്ടോ, 15% ഡയറക്ടർ ബോണസ്, 3% വെഹിക്കിൾ ബോണസ്, 4% നാഷണൽ ട്രാവൽ ബോണസ്. ഈ 3 ഇൻകവും ഡയറക്ടർമാർക്കുള്ള. ഡയറക്ടർ എത്രമാത്രം പ്രാധാന്യം എന്ന് മനസ്സിലാക്കി നോക്കുക. ഇനി നമുക്ക് ഇതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്ടറായി, നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഡയറക്ടർ മാത്രം കാര്യമായില്ല. ടീമിന് എത്ര പേരെ ഡയറക്ടറാക്കാൻ പറ്റും നോക്കണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ടീമിൽ ഒരാൾ ഡയറക്ടർ ആകുമ്പോൾ ഇപ്പൊ എയും ബിയും സിയും ഡിയും ഉണ്ട്. ഇപ്പൊ ഡയറക്ടറായി, നമ്മളപ്പോൾ അറിയപ്പെടുന്നത് സീനിയർ ഡയറക്ടർ. ഒരാളെ ഡയറക്ടറാക്കി അപ്പൊ സീനിയർ ഡയറക്ടറാക്കി കമ്പനി നമ്മുടെ ഇൻകം കുറെ കൂടി ലെവലിൽ പോയി നമുക്ക് മെന്റർഷിപ്പ് ബോണസ് വരെ നേടാൻ പറ്റും. ഉണ്ടാവും ഡയറക്ടറായി, സീനിയർ ഡയറക്ടറായി, ഒരു ക്വാളിഫൈ ചെയ്തു, ഡയറക്ടറായി. ഉണ്ടാവും
ഇവിടെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ബോണസ് വാങ്ങിക്കാനുള്ള ഒരു അവസരം തുറന്ന് ലഭിക്കുക. അങ്ങനെ 2 ഓർഗനൈസേഷൻ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. കണ്ടാ, 3 ഓർഗനൈസേഷൻ ഡയറക്ടർ ആയി നമ്മൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. ഇവിടെയാണ് കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ കമ്പനിയുടെ വിദേശ ഫണ്ട് ലഭിച്ചു കൊടുക്കും. ഒരു വ്യക്തി ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് മെന്റർഷിപ്പ് ബോണസ് ഒരു 20-25,000 വരെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥ ഇവിടെ ഉണ്ട്. കണ്ടാ, ഒരു 5,000 തൊട്ട് 7,000 തൊട്ട് 25,000 വരെ വരുമാനം ചേർക്കാം. ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലെവലിൽ നമുക്ക് പിന്നെ 2 ഓർഗനൈസേഷനെ ഡയറക്ടറാക്കി നമുക്കൊരു വിദേശയാത്രാ ഫണ്ട് ലഭിക്കുന്ന അവസ്ഥ. SC ലെവലില് കാർ ഫണ്ട് ലഭിക്കുന്നത് എന്റെ ബാക്കിൽ, ഞാൻ എന്റെ സ്ക്രീനിന്റെ ബാക്കിൽ കാണാം. ആ കാർ ലഭിച്ചത് ഇതിലൂടെ ഈ സീനിയർ എക്സിക്യൂട്ടീവ് ലെവലില് കിട്ടിയ കാറാണ്. പ്ലാറ്റിനം, ഈ പ്ലാറ്റിനം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ 4 ഓർഗനൈസേഷൻ ഡയറക്ടറായി. 4 ഓർഗനൈസേഷൻ നമ്മൾ ഇങ്ങനെ ടീം വർക്കും ഡയറക്ടറായ ശേഷം കിട്ടുന്നത് വീട് വാങ്ങിക്കാനുള്ള ഫണ്ടാണ്. അപ്പൊ നമുക്ക് കാർ വാങ്ങിക്കാനുള്ള ഫണ്ട് 40,000 രൂപ കിട്ടുന്നെങ്കിൽ വീട് വാങ്ങിക്കാനുള്ള ഫണ്ട് 50,000 രൂപ മാസം ലഭിക്കും. ഇത് പഠിക്കേണ്ട ലെസനാണ്. സോ ഇതാണ് ആ ഓരോ ലെവൽസ്. കണ്ടോ, ഓരോ ലെവൽസ് ജസ്റ്റ് പരിചയപ്പെടുത്തി. ഡയറക്ടർ ലെവലിലും തൊട്ട് പ്ലാറ്റിനം വരെ നമുക്ക് 100 പി ചെയ്താൽ മതി. പ്ലാറ്റിനം എത്തിക്കുക ആ ലെവലിൽ ക്വാളിഫൈ ആണെങ്കിൽ നമുക്ക് 100 പി തന്നെ ചെയ്യണം. ഡയറക്ടർ തൊട്ട് പ്ലാറ്റിനം വരെ നമ്മൾ 50 പി ചെയ്യാൻ മതി. പ്ലാറ്റിനം എത്തിക്കുക നമ്മൾ 100 പി ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇത് മെന്റർഷിപ്പ് ബോണസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സീനിയർ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊസിഷൻ ഉണ്ട് മെന്റർഷിപ്പ് ബോണസ്. ഇത് അറൗണ്ട് നമുക്ക് 20,000 മേളിൽ വരുമാനം നമുക്ക് കിട്ടുന്ന അവസ്ഥയുണ്ട്, വാങ്ങിച്ചെടുക്കാം. ഇത് 7,000 തൊട്ട് 20,000 വരെ വരുമാനം വാങ്ങിച്ചെടുക്കാം. ദെൻ മെന്റർഷിപ്പ് ബോണസ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഡയറക്ടർ സീനിയർ ഡയറക്ടർ ആവുകയും നമ്മുടെ ഗ്രൂപ്പിനകത്ത് വന്ന ഡയറക്ടർ 3,200 പോയിന്റ് വാല്യൂ എത്തുമ്പോഴാണ് ഈ മെന്റർഷിപ്പ് ബോണസ് ലഭിക്കുന്നത്. വേൾഡ് ടൂർ ഫണ്ട് 2 ഓർഗനൈസേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ അറിയപ്പെടുന്നത് ED എന്നാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നാണ്. ഈ ലെവൽ കമ്പനി നമുക്ക് 30,000 രൂപ ഒരു മാസം വിദേശയാത്ര ഫണ്ട് ലഭിക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷവും ആ ലെവലിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. സോ ഇത് കിട്ടാൻ സാധിച്ചത് ഈ ED ലെവലിൽ എത്തുന്ന എല്ലാവർക്കും ലഭിക്കും. ലക്ഷറി കാർ ഫണ്ട്, ഈ ലെവലിൽ നമുക്ക് കാർ വാങ്ങിക്കാൻ ഫണ്ട് ലഭിക്കും. അത് മാക്സിമം നമുക്ക് 40,000 രൂപ ഒരു മാസം കമ്പനി ലഭിക്കും. അങ്ങനെ ലക്ഷറി കാർ, ഇപ്പൊ ഇതിനകത്ത് ബെൻസും ഓഡിയൊക്കെ വാങ്ങിച്ച ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, BMW ഒക്കെ വാങ്ങിച്ച ആൾക്കാർ. അപ്പൊ നമ്മൾ കാണിക്കുന്നത് എന്ത് വാങ്ങിക്കാൻ പറ്റിയൊരു അവസ്ഥയാണ്. ബൈക്ക് വാങ്ങിക്കുന്ന ആൾക്കാർ ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ബൈക്ക് വാങ്ങിക്കാം, നമുക്ക് ഇഷ്ടമുള്ള വാഹനം വാങ്ങിക്കാം, ആ കമ്പനി അലോ ചെയ്യും. ദെൻ ഡ്രീം ഹോം ഫണ്ട്, ഇത് നമുക്കൊരു 50,000 രൂപ വരെ മാസം ലഭിക്കും. വീട് വെക്കാനുള്ള ഫണ്ട് പ്ലാറ്റിനം ലെവലിൽ കിട്ടുക, 4 ഓർഗനൈസേഷനെ ഡയറക്ടർ ആക്കപ്പെടും. ഇതും പഠിക്കേണ്ട ലെസൺ. ഇത് പൂൾ 4%. ഇപ്പൊ നമുക്ക് മനസ്സിലായി പ്ലാറ്റിനം വരെ നമുക്ക് പവർ ഓഫ് 4 ഉണ്ട്, പ്ലാറ്റിനം വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് ഈ ബിസിനസിന്റെ പ്രസക്തി ഇരിക്കുന്നത്. എത്ര ഡീപ്പിലേക്ക് ബിസിനസ് കൊണ്ട് ഈ 4 കിലോ എത്ര താഴെ എത്ര മാത്രം ഡയറക്ടർമാരെ ക്വാളിഫിക്കാൻ പറ്റുന്നു അത്രയും മാത്രം ഡയറക്ടർമാരെ ക്വാളിഫിക്കും. മാക്സിമം ഡയറക്ടർമാരെ ക്വാളിഫിക്കുമ്പോൾ നമുക്ക് ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് നേരത്തെ 14 ഓർഗനൈസേഷനും 6 ഓർഗനൈസേഷനും വേണമായിരുന്നു. ഇപ്പൊ അത് വേണ്ട, നമുക്ക് ജസ്റ്റ് 4 ഓർഗനൈസേഷൻ കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും സേഫായിട്ടുള്ള കാര്യം 4 ഓർഗനൈസേഷൻ. അതിലൂടെ നമുക്ക് ഈ 11 ടൈറ്റിൽസ് നേടാൻ പറ്റും. ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാറ്റിനം ഡയറക്ടർ, റെഡ് ഡയമണ്ട് ഉണ്ടാവും. നമ്മൾ പ്ലാറ്റിനം എത്തിയ ശേഷം പിന്നെ 2ലേക്ക് സീനിയർ ഡയറക്ടർ, 2ലേക്ക് ED ആയി കഴിഞ്ഞാൽ നമ്മൾ റെഡ് ഡയമണ്ട് എത്തും. ഇവിടെ വരുമാനം റെഡ് ഡയമണ്ട് ബോണസ് കിട്ടുന്ന 3 ലക്ഷം വരെ ഡയമണ്ട് ബോണസ് ഉണ്ട്. ദെൻ ബ്ലൂ ഡയമണ്ട് ഉണ്ട്. ബ്ലൂ ഡയമണ്ട് ഇതുപോലെ ഹ്യൂജ് ഓർഗനൈസേഷനായി താഴെ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോംസ് നമ്മുടെ താഴെ ക്വാളിഫൈ ചെയ്യും. അവിടെ റെഡ് ഡയമണ്ട് ആവുകയും ചെയ്യുമ്പോൾ ബ്ലൂ ഡയമണ്ട് ആകുമ്പോൾ നമുക്ക് 2 റെഡ് ഡയമണ്ടും 2 റെഡ് ഡയമണ്ടും 2 ഡബിൾ റെഡ് ഡയമണ്ട് എത്തുകയാണെങ്കിൽ നമ്മൾ ബ്ലൂ ഡയമണ്ട് ആവും. അപ്പൊ നമുക്ക് 10 ലക്ഷം വരെ ബോണസ് ലഭിക്കും. മനസ്സിലാക്കണം, ഒരു പ്ലാനിൽ 4 ഓർഗനൈസേഷനോടെ ഈ പെട്ട ഹൈറ്റിലൊക്കെ നേടാൻ പറ്റും മനസ്സിലാക്കണം. ഇനി നമുക്കിവിടെ റെഡ് ഡയമണ്ട്സിനും ബ്ലൂ ഡയമണ്ട്സിനും കിട്ടുന്ന അംഗീകാരം അമേസിംഗ് ആണ്. നമുക്ക് തൃശ്ശൂര് നാളെ ഇൻഫിനിറ്റി സക്സസ് പ്രോഗ്രാം നടക്കുന്നുണ്ട് 14-ാം തീയതി. അവിടെ നമുക്ക് ഇത്രയും ക്വാളിഫൈഡ് ആൾക്കാരെ നേരിട്ട് സെയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. സോ എല്ലാവരും ഞാൻ ക്ഷണിക്കാൻ ആ പ്രോഗ്രാമിലേക്ക്. റെഡ് ഡയമണ്ട് ക്ലബ് ബോണസ് ഞാൻ പറഞ്ഞു 3 ലക്ഷം വരെ ലഭിക്കുന്നു പറഞ്ഞു, അതാണ് കാണിക്കുന്നത്. ദെൻ റെഡ് ഡയമണ്ട് ആവാൻ ചെയ്യേണ്ട കാര്യം 2 സീനിയർ ഡയറക്ടറും 2 ED ആകെ എടുത്താൽ മാത്രം മതി. ED അല്ലെങ്കിൽ 10,000 പോയിന്റ് വാല്യൂ ബിസിനസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ റെഡ് ഡയമണ്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ ഓരോ ലെവലില് ഡബിൾ റെഡ് ഡയമണ്ട് എന്താ ചെയ്യേണ്ടത്? അത് 2 SCD ആവുക, 2 പ്ലാറ്റിനം ഡയറക്ടർ ആവുക, ഡബിൾ റെഡ് ഡയമണ്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ട്രിപ്പിൾ റെഡ് ഡയമണ്ട് 2 പ്ലാറ്റിനം ആകുക, 2 റെഡ് ഡയമണ്ട് ആകുക. 4 ഓർഗനൈസേഷൻ വെച്ച് നമുക്ക് ട്രിപ്പിൾ റെഡ് ഡയമണ്ട് എത്താൻ പറ്റും. ഇങ്ങനെ ബ്ലൂ ഡയമണ്ട് നമുക്ക് മാക്സിമം 10 ലക്ഷം വരെ നമുക്ക് ഈ ബ്ലൂ ഡയമണ്ട് ബോണസ് മാത്രം ലഭിക്കും. അത് മനസ്സിലാക്കണം.
എല്ലാ ഡയമണ്ട്സും ബ്ലൂ ഡയമണ്ട് അക്കൗണ്ട് ലഭിക്കും. അവർ ഇതുപോലെ 2 ഓർഗനൈസേഷൻ റെഡ് ഡയമണ്ടും 2 ഓർഗനൈസേഷൻ ഡബിൾ റെഡ് ഡയമണ്ട് ആയി അവർ ബ്ലൂ ഡയമണ്ടിൽ ക്വാളിഫൈ ചെയ്യുന്നത്. ഇനി ഡബിൾ ബ്ലൂ ഡയമണ്ട് ഇത് പറയുന്നത് ഈ പദങ്ങളൊക്കെ പഠിച്ചിരിക്കാൻ വേണ്ടിയാണ്. ട്രിപ്പിൾ റെഡ് ഡയമണ്ട് 2 എയും ബിയും എത്തുകയും ഇത് ബ്ലൂ ഡയമണ്ട് 2 ലെഗിലും വരുവാണെങ്കിൽ അവരെ ഡബിൾ ബ്ലൂ ഡയമണ്ട് അംഗീകരിക്കും. ഇനി ലാസ്റ്റത്തെ പൊസിഷനാണ്, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനാണ് ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ലെഗ് എയും ബിയും ബ്ലൂ ഡയമണ്ട് ആകുകയും സിയും ഡിയും ഡബിൾ ബ്ലൂ ഡയമണ്ട് ആകുന്ന രീതിക്കാണ് ഈ ഗ്ലോബൽ ബ്ലൂ ഡയമണ്ടിന്റെ പൊസിഷൻ എത്തുന്നത്. ഈ പൊസിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു ജസ്റ്റ് 4 ലെഗ് ഓർഗനൈസേഷൻ കൂടെ ജസ്റ്റ് 4 ശതമാനത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഡയറക്ടറായി പ്ലാറ്റിനമായി ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇതിനകത്ത് ഓരോ ലെവലിൽ പോകുന്നതോടെ നിങ്ങൾക്ക് കുറേയധികം സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ 10 വർഷം നമ്മുടെ ടീം ഗ്ലോബൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 10 വർഷം കൊണ്ട് ഏതാണ്ട് 100 കോടി രൂപയാണ് അവർക്ക് വരുമാനമായിട്ട് ലഭിച്ചേക്കുന്നത്. 100 കോടി രൂപ ആ വന്നിരുന്ന ടീം ഗ്ലോബൽ ഫാമിലിക്ക് എല്ലാവരും കൂടെ കഴിഞ്ഞ 11 വർഷം കൊണ്ട് ലഭിച്ച ഇൻകമാണ് 100 കോടി. അപ്പൊ എന്താ അത് അത്രയും അതൊക്കെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്, സമ്പത്തിന്റെ പുനർവിതരണം നടക്കുന്നത്. ടീമായിട്ട് വർക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ പറ്റിയ പ്ലാൻ അതിനകത്തുള്ളത്. സോ അണ്ടർസ്റ്റാൻഡിങ് സ്പോൺസർ ആൻഡ് പ്ലേസ്മെന്റ്. നമുക്ക് ഒരു വ്യക്തിയെ സ്പോൺസർ ചെയ്തും പ്ലേസ്മെന്റ് ചെയ്ത് ബിസിനസ് ചെയ്യാം. നമ്മൾ സ്പോൺസർ ചെയ്തു, അവരെ നമുക്ക് ഗ്രൂപ്പിൽ കൊണ്ട് പ്ലേസ്മെന്റ് നടത്താം. സ്പോൺസർ ചെയ്യുമ്പോൾ പ്രത്യേകത, നമ്മൾ 4 പേരെ സ്പോൺസർ ചെയ്തു, പിന്നെ നമുക്ക് 5ാമത്തെ ആളെ സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ആളെ സ്പോൺസർ ചെയ്യാം, അവരെ നമുക്ക് നേരിട്ട് 5ാമത്തിലേക്ക് വരത്തേണ്ട ആവശ്യമില്ല. ആ ആളെ നമുക്ക് ഗ്രൂപ്പിനകത്ത് എവിടെയാണോ ബിസിനസ് സപ്പോർട്ട് ആവശ്യമുള്ളത് ആ ഗ്രൂപ്പിൽ നമുക്ക് സ്പോൺസർ ചെയ്ത് പ്ലേസ്മെന്റ് നടത്താം. ഉണ്ടോ? അങ്ങനെ അധികാരം കമ്പനി ഈ പ്ലാനിൽ തന്നേക്കുക. എന്താ ഗുണം നോക്കിയേ, ഇവിടെ ഒരാളെ എ നിൽക്കുന്ന ആള് ബിയുടെ സി നിൽക്കുക, ബിയുടെ സിയുടെ താഴെ ഡിയും ഇയും വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരാളെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യാം. ആർക്കാണ് സപ്പോർട്ട് വേണ്ടത് അവർക്ക് പ്ലേസ് കൊടുത്ത് അവരെ ബിസിനസ് വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വലിയൊരു കടമനത്ത് കിട്ടുക. എന്താ സ്പോൺസറുടെ പ്ലേസ്മെന്റിന്റെ പ്രത്യേകത ഉണ്ടാവും. സ്പോൺസർക്ക് കിട്ടുന്ന അംഗീകാരം പവർ ഓഫ് ചെയ്യാം, ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ഡയറക്ടർ ബോണസ് ലഭിക്കും, കാർ ബോണസ് ലഭിക്കും, നാഷണൽ ട്രാവൽ ബോണസ് ലഭിക്കും, മെന്റർഷിപ്പ് ബോണസ് ലഭിച്ചു, വേൾഡ് ടൂർ ഫണ്ട് ലഭിച്ചു, ലക്ഷറി കാർ ഫണ്ട് ലഭിച്ചു, ഡ്രീം ഹൗസ് ബോണസ് ലഭിച്ചു, റെഡ് ഡയമണ്ട് ബോണസ് ലഭിച്ചു, ബ്ലൂ ഡയമണ്ട് ബോണസ് ലഭിച്ചു. പ്ലേസ്മെന്റ് നിൽക്കുന്ന ആ വ്യക്തിക്ക് ടൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ, പ്രോഗ്രഷൻ ബോണസ് മാത്രമേ ലഭിക്കുള്ളൂ, ഗ്രൂപ്പ് ബി മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഉണ്ടോ? ആ 6 താഴെ വന്നേക്കുന്നത് അവർക്ക് ഇത് മാത്രമേ ലഭിക്കുള്ളൂ. അവർക്ക് ടൈറ്റിൽ കിട്ടാൻ ഈ പ്ലേസ്മെന്റ് സഹായിക്കും, പ്രോഗ്രഷൻ ബോണസ് കിട്ടാനും ഈ പ്ലേസ്മെന്റ് സഹായിക്കും, ഗ്രൂപ്പ് ബി ആഡ് ചെയ്യാനും ഈ പ്ലേസ്മെന്റ് സഹായിക്കും. ബാക്കി മുഴുവൻ ബെനിഫിറ്റ് ലഭിക്കുന്ന ആൾക്കാർക്കും സ്പോൺസറൊക്കെ ആയിരിക്കും. അപ്പൊ സ്പോൺസർ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ടൈറ്റിൽ നേടാനും അവർക്ക് പ്രോഗ്രഷൻ ബോണസ് ഉണ്ടാക്കാനും അവർക്ക് ഗ്രൂപ്പ് ബി ഉണ്ടാക്കാനും സഹായിക്കാൻ ചെയ്യാവുന്ന വലിയ കാര്യമാണ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ. അങ്ങനെ ബിസിനസ് വലിയ വലിയ ടൈറ്റിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയും സിമ്പിളാണ് ഈ ബിസിനസ് പ്ലാൻ. നമുക്ക് മറ്റുള്ള ബിസിനസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നേരെ പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കിത് മനസ്സിലാക്കേണ്ടത് ഈ പ്ലാൻ ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പ്ലാനാണ്, ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിക്കേണ്ട പ്ലാനാണ്. ഇന്ന് നടക്കുന്ന ഈ സെഷന്റെ പരിസമാപ്തി ഞാൻ കുറിക്കുകയാണ്. കാര്യം ഇതിനകത്ത് പഠിക്കേണ്ട കാര്യം ഞാൻ ഈ കഴിഞ്ഞ 5-6 വർഷം പഠിച്ച കാര്യത്തിലുള്ളൂ. നമ്മൾ വാങ്ങി ഉപയോഗിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ പേട്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് ഞാൻ ഷെയർ ചെയ്തു. അതിലൂടെ തന്നെ ഒരു വലിയ ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. അറിഞ്ഞും കൂടി ഇല്ല ബിസിനസ് താല്പര്യം. 7 കോടിയുടെ പേരിൽ ബിസിനസ് എനിക്ക് എന്റെ ടെറർ മാത്രമേ 6 വർഷം കൊണ്ട് നടന്നുണ്ട്. അത്രയും ഒരു കോടി ബിസിനസ് നടന്നെങ്കിൽ അവർ മിനിമം എത്ര കോടി, 10 കോടിയുടെ സാധനം വാങ്ങിച്ചു വെച്ചാലേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അത്രയും കോടി ഉണ്ടാക്കാൻ സാധിച്ചത് ഇതിന്റെ നെറ്റ്വർക്കിന്റെ പവറാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലോകത്ത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ്. ലോകത്ത് മുഴുവൻ റിസഷൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ലോക സാമ്പത്തിക മാന്ദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതൊന്നും റിസഷനൊന്നും ബാധിക്കാതെ, കൊറോണ സമയത്ത് കൊറോണ ബാധിക്കാതെ ഒന്നും ബാധിക്കാത്ത ഒരു ബിസിനസ് നടത്തി. കാര്യം ഇത് എസെൻഷ്യൽ പ്രൊഡക്ട്സിനകത്തുള്ളത്. ആൾക്കാർക്ക് പ്രൊഡക്റ്റ് വേണം, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇഷ്ടമായ സ്വപ്നങ്ങളുണ്ട്. ഒരു ജോലി ഉണ്ടോ ബിസിനസ് ഉണ്ടോ സാധിക്കുന്നില്ല. അവർ വിദ്യാഭ്യാസം പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതും പ്രശ്നമല്ല. അവർ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പ്രശ്നമല്ല. അവർക്ക് എവിടെ എത്തണം എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ബഹുമാനപ്പെട്ട സമീർ മോദി നമുക്ക് ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി തന്നേക്കുന്നത്. ഈ കിട്ടിയ ഈ സൗഭാഗ്യം നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ സെഷൻ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ലൈഫിലെ വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് ദിവസം മാറ്റം ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. സീ യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.